Hello all. Today we are going to discuss about Jordan canonical form. So far നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? സ്റ്റേറ്റ് സ്പേസ് എന്നാണ് നമുക്ക് നോക്കി. കൺവെൻഷണൽ ആയിട്ട് നമ്മൾ സിസ്റ്റത്തിനെ ലാപ്ലാസ് ഡൊമൈനിലാണ് റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിന് 4 ഡ്രോബാക്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ ഡ്രോബാക്ക് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റേറ്റ് സ്പേസ് എന്ന് പറയുന്ന പുതിയൊരു സിസ്റ്റം റെപ്രസെന്റേഷനിലോട്ട് നമ്മളവിടെ പോയി. അവിടെ സ്റ്റേറ്റ് ഇക്വേഷൻ ഉണ്ടാവും, ഔട്ട്പുട്ട് ഇക്വേഷൻ ഉണ്ടാവും. ഈ സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും ചേർന്നതാണ് നമ്മൾ സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുക. ഓക്കെ, സോ എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ് ഇക്വേഷൻ. വൈ ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി യു എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് ഇക്വേഷൻ. ഓക്കെ, സോ ഈ സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് ഇക്വേഷനും നമുക്ക് ഒത്തിരി തരത്തിൽ ഡിഫറെന്റ് ടൈപ്സിൽ വി ക്യാൻ റെപ്രസെന്റ്. So in our previous class we discussed about the controllable form of representation. നമ്മൾ നോക്കിയതാണ് കൺട്രോൾ ഫോം. പിന്നെ കൺട്രോൾ ഫോമിന്റെ എയും ബിയും സിയും ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഒബ്സർവബിൾ ഫോമിലുള്ള നമ്മുടെ സിസ്റ്റം റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് നോക്കി? പിന്നെ നമ്മൾ നോക്കിയത്, സോ ഇതാണ് നമ്മൾ കൺട്രോളബിൾ ഫോം സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുക. ദിസ് ഇസ് അവർ എ മെട്രിക്സ്, ബി മെട്രിക്സ്, സി. ഓക്കെ, സോ നമ്മുടെ ഡിനോമിനേറ്ററിലെ എയുടെ കോഎഫിഷ്യൻസ് ഒക്കെ എടുത്താണോ? -a1 -a2 അങ്ങനെ പോയി -a. ഓക്കെ, a1 എന്ന് പറയുന്നത് s(n) ഉള്ള കോഎഫിഷ്യന്റ് a1. ഓക്കെ, സോ അതെടുത്ത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ we get our a matrix and b matrix is a n/1 matrix and the nth element is 1 and the remaining are 0. അതാണ് നമ്മുടെ b matrix എന്ന് പറയുക. c is given by this one, bn minus a into b0. bn എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലുള്ള എസിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം. ഇതിലെ ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒബ്സർവബിൾ ഫോം ആവും. കൺട്രോളബിളിലെ എ ട്രാൻസ്പോസ് എടുത്തപ്പോൾ ഇത് കിട്ടി. ഇതാണ് നമ്മളെ ഒബ്സർവബിളിലെ എ. ഓക്കെ, കൺട്രോളർ ഫോമിൽ നമ്മൾ നേരത്തെ റെപ്രസെന്റ് ചെയ്തതിൽ സിയുടെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒബ്സർവബിളിലെ ബി മെട്രിക്സ് കിട്ടും. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച കൺട്രോളബിളിലെ ബി മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ ഇവിടെ ഒബ്സർവബിളിലെ സി മെട്രിക്സ് എനിക്ക് കിട്ടും. ഓക്കെ, ഇതിന്റെ ഒരു സോൾവ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. അതിന് അടുത്ത വേറൊരു റെപ്രസെന്റേഷൻ ആണ് നമ്മളത് ഡയഗണൽ കനോണിക്കൽ ഫോം. സോ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ സിസ്റ്റത്തിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട്. ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരുന്നു. ഇതിൽ λ1 λ2 എന്നൊക്കെ പറയുന്നതെല്ലാം നമ്മുടെ പോൾസ് ആണ്. ഓക്കെ, ആ പോൾസിനെ എടുത്ത് നമുക്ക് ഡയഗണലായിട്ട് എഴുതി കഴിഞ്ഞാൽ വി ഗെറ്റ് അവർ എ മെട്രിക്സ്. ഓക്കെ ഉണ്ടോ? ഇപ്പൊ -λ ഇതൊക്കെ നമ്മുടെ പോൾസ് ആണ്. ഈ കിട്ടുന്ന പോൾസ് എല്ലാം ഡയഗണലായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എ മെട്രിക്സ് കിട്ടും. ബി എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാനില്ല, ഒരു 1 മെട്രിക്സ് ആയി. ഓക്കെ, C1 C2 C3 എന്ന് പറഞ്ഞ് പോകുന്നത് നമ്മുടെ സി മെട്രിക്സ്. C1 C2 എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കോഎഫിഷ്യന്റ് ആണ് C1 C2. അതൊക്കെ എടുത്ത് നമുക്ക് സി മെട്രിക്സ് കിട്ടും. ഇത് എളുപ്പമാണ്. ഓക്കെ, സോ ഈ ഡയഗണൽ കനോണിക്കൽ ഫോമിന്റെ ഒരു അഡ്വാൻസ് വെർഷൻ ആണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്ന ജോർദാൻ. ഓക്കെ, സോ എവിടെയെങ്കിലും മൾട്ടിപ്പിൾ പോൾസ് വന്നാൽ എന്ത് ചെയ്യും? ഈ ഡയഗണലിന്റെ ഒരു അഡ്വാൻസ് വെർഷൻ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ജോർദാൻ. ഓക്കെ, സോ ജോർദാൻ കനോണിക്കൽ ഫോം ഡീൽസ് വിത്ത് മൾട്ടിപ്പിൾ പോൾസ്. ഓക്കെ, മൾട്ടിപ്പിൾ പോൾസ് വന്നാൽ എന്ത് ചെയ്യും? അതാണ് നമ്മുടെ ജോർദാൻ ഫോം. സോ നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ സിസ്റ്റം റെപ്രസെന്റേഷൻ. നോർമൽ ആയിട്ട് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോമിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇതിനെ സോ ആണോ പിന്നെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ λ1 ഓൾ ടു ക്യൂ, വിച്ച് മീൻസ് നമുക്ക് λ1 എന്ന് പറയുന്നത് 3 പോൾ, അതായത് λ1 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 3 λ1 വന്നേക്കാം. ഓക്കെ, സോ there is a multiple poles at 3 multiple poles at λ1. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതുന്നത്, ചിലപ്പോൾ 2 ആവാം, ചിലപ്പോൾ 4 ആവാം, ചിലപ്പോൾ n ആവാം, എത്ര ആണോ ആയിക്കൊണ്ട് പോട്ടെ. സോ എവിടെയെങ്കിലും നമ്മൾ മൾട്ടിപ്പിൾ പോൾ ഉണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ജോർദാൻ കനോണിക്കൽ ഫോമിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ഈ ജോർദാൻ കനോണിക്കൽ ഫോമിൽ എങ്ങനെയാണ് നമ്മൾ എ മെട്രിക്സ് ബി മെട്രിക്സ് സി മെട്രിക്സ് എന്ന് നോക്കുക. ഓക്കെ, സോ എ മെട്രിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മളെ ജോർദാൻ കനോണിക്കൽ ഫോമിലെ എ മെട്രിക്സ് എന്ന് പറയുക. ഓക്കെ, സോ ഇത് എളുപ്പമാണ്, വലിയ പ്രയാസമൊന്നുമില്ല. ഈ ജോർദാൻ കനോണിക്കൽ ഫോമില് ഓക്കെ ഇതെന്ന് പറയുന്നത് ഡയമെൻഷൻ നോക്കുക, n/n മെട്രിക്സ് ആയിരിക്കും. നമുക്കറിയാലോ എ എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, സോ ഇനി ഇതിന്റെ ഈ n/n മെട്രിക്സിനകത്ത് നമ്മൾ ഡയഗണൽ പോൾസ് എങ്ങനെ എഴുതുക? സോ എത്ര പോൾസ് ഉണ്ട്? λ3 ആണോ ഇല്ലേ? 1 2 3. ഓക്കെ, ബാക്കി എന്തുണ്ട്?
ലാംഡ 4, ലാംഡ 5, എക്സെപ്റ്റ് ലാംഡ n ഉണ്ടോ. സോ ഈ പോൾസ് എല്ലാം കൂടി എല്ലാം നേരത്തെ നമ്മൾ ഡയഗണൽ ഫോമിൽ എഴുതിയ പോലെ ഇവിടെയും ഈ ഉള്ള പോൾസ് എല്ലാം ഡയഗണൽ എടുത്തങ്ങ് എഴുതുക. ഓക്കെ, ഇവിടെ ലാംഡ 1 3 ആണ് അല്ലേ. സോ 3 മൾട്ടിപ്പിൾ പോൾ ഉണ്ടെന്നത്. സോ ആ 3 മൾട്ടിപ്പിൾ പോൾ എടുത്ത് എഴുതി. അടുത്തത് ലാംഡ 4 ആണ് അല്ലേ. ലാംഡ 4 എടുത്ത് എഴുതി. ലാംഡ 5 ഉണ്ടെങ്കിൽ അത് എഴുതും, അങ്ങനെ എഴുതും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, സോ ഇതുണ്ടല്ലോ. സോ എ എന്ന് പറഞ്ഞ n/n മെട്രിക്സ് ആണ്. ആ n/n മെട്രിക്സിന് ഡയഗണലായിട്ട് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മൾട്ടിപ്പിൾ പോൾസ് ആദ്യം എഴുതുക, ബാക്കിയുള്ള പോൾസ് എല്ലാം എടുത്ത് അങ്ങനെ എഴുതി. ഓക്കെ, ഇപ്പൊ ബാക്കിയുള്ള ഒരു എലമെന്റ്സ് ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ എഴുതി. ഇനി എന്ത് ചെയ്യാന്ന് അറിയാം, ഈ n/n മെട്രിക്സ് എന്നുള്ള ഈ എ മെട്രിക്സിന്റെ അകത്ത് ഓക്കെ നോക്കണേ, എത്ര മൾട്ടിപ്പിൾ പോൾസ് ഉണ്ട് ഇവിടെ? 3. ഓക്കെ, സോ ഇതിന്റെ അകത്ത് ഒരു 3/3 മെട്രിക്സ് കൺസിഡർ ചെയ്യാം. എത്ര മൾട്ടിപ്പിൾ പോൾ ഉണ്ടോ അത്രയും ഡയമെൻഷൻ ഉള്ള മെട്രിക്സ് കൺസിഡർ ചെയ്യുക. സപ്പോസ് ഇവിടെ 2 ആയിരുന്നുണ്ടെങ്കിൽ ഒരു n/n മെട്രിക്സിന്റെ അകത്ത് ഒരു 2/2 മെട്രിക്സ് കൺസിഡർ ചെയ്യുക. സപ്പോസ് ഒരു 5 മൾട്ടിപ്പിൾ പോൾ ഉണ്ടെങ്കിൽ ഈ n/n മെട്രിക്സിന്റെ അകത്ത് ഒരു 5/5 മൾട്ടിപ്പിൾ പോൾസോ n/n ഡയമെൻഷൻ ഉള്ള എ മെട്രിക്സിന്റെ അകത്ത് എത്ര പോൾസ് ഉണ്ടോ അത്രയും ഉള്ള ഒരു സ്മാൾ മെട്രിക്സ് കൺസിഡർ ചെയ്യുക. ഇവിടെ ലാംഡ 1 എന്ന് ഉള്ളത് 3 തവണ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഓക്കെ, സോ ഈ n/n മെട്രിക്സിന്റെ അകത്ത് ഒരു 3/3 മെട്രിക്സ് കൺസിഡർ ചെയ്യുക. ഓക്കെ, പിടിയില്ലോ. സോ ഈ 3/3 മെട്രിക്സിന്റെ അകത്ത് മാത്രം നമ്മുടെ പോൾസിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ 1 എഴുതുക. ഓക്കെ, സോ n/n മെട്രിക്സ് ആണ് നമ്മുടെ എ എന്ന് പറയുന്നത്. ഈ n/n മെട്രിക്സിന്റെ അകത്ത് എത്ര മൾട്ടിപ്പിൾ പോൾ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 3. സോ n/n അകത്ത് ഒരു 3/3 എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു സ്മാൾ മെട്രിക്സ് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഈ 3/3 മെട്രിക്സിനകത്ത് മൾട്ടിപ്പിൾ പോൾസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഈ 3/3 മെട്രിക്സിന്റെ അകത്ത് മൾട്ടിപ്പിൾ പോൾസ് ചെയ്തതിന് തൊട്ട് റൈറ്റ് സൈഡിൽ 1 എഴുതുക. ഓക്കെ, ഇവിടെ 1 വന്നു അല്ലേ. സോ ഇവിടെ മൾട്ടിപ്പിൾ പോൾ ആണ്, ഇവന്റെയും റൈറ്റ് സൈഡിൽ 1 എഴുതുക. ഓക്കെ, ഇത് മൾട്ടിപ്പിൾ പോൾ ആണ്, പക്ഷേ റൈറ്റ് സൈഡ് എഴുതാൻ പറ്റത്തില്ല. കാരണം എന്തുവാ, ഈ 3/3 മെട്രിക്സ് കഴിഞ്ഞു പോയി. ഓക്കെ, സോ ഈ 3/3 മെട്രിക്സിന്റെ അകത്ത് മൾട്ടിപ്പിൾ പോൾസ് ഉണ്ട്. അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ 3/3 മെട്രിക്സിന്റെ അകത്ത്, ഒന്നുകൂടെ പറയുകയാണ്, ഈ 3/3 മെട്രിക്സിന്റെ അകത്ത് മൾട്ടിപ്പിൾ പോൾസ് ഉള്ളതിന്റെ റൈറ്റ് സൈഡിൽ 1 എഴുതുക. ഓക്കെ, സോ ഇവിടെ ഇതിന്റെ റൈറ്റ് സൈഡിൽ 1 എഴുതാൻ പറ്റത്തില്ല. കാരണം എന്ത് പറ്റി, ഈ 3/3 മെട്രിക്സ് കഴിഞ്ഞു പോയി, ഇവിടെ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇവിടെ 1, ഇവിടെ 1. ഇനി ബാക്കി എല്ലായിടത്തും 0 ഞാൻ കൊടുത്തേക്കുക. സോ നൗ വി ഗെറ്റ് അവർ ജോർദാൻ എ മെട്രിക്സ്. ഓക്കെ, സോ ജോർദാൻ എ മെട്രിക്സ് ഞാൻ ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് n/n മെട്രിക്സ്. ഓക്കെ, അതിന്റെ മൾട്ടിപ്പിൾ പോൾസ് ഉൾപ്പെടെ എല്ലാ പോൾസും ഡയഗണലായിട്ട് എഴുതുക. ആ n/n എന്ന് പറഞ്ഞ വലിയ മെട്രിക്സിന്റെ അകത്ത് എത്ര പോൾസ് ഉണ്ടോ അത്രയും ഡയമെൻഷൻ ഉള്ള കുഞ്ഞു മെട്രിക്സ് കൺസിഡർ ചെയ്യുക. ആ കുഞ്ഞു മെട്രിക്സിന്റെ അകത്ത് മൾട്ടിപ്പിൾ പോൾ വരുന്നതിന് തൊട്ട് റൈറ്റ് സൈഡിൽ 1 എഴുതുക. ഓക്കെ, ക്ലിയർ ആയോ? ആ 3/3 മെട്രിക്സിന്റെ പുറത്ത് പോകാൻ പാടില്ല. ബാക്കി എല്ലാ എലിമെന്റ്സും ഉണ്ട്. ഇവിടെ എല്ലാം 0, ഇവിടെ എല്ലാം 0 ഉണ്ടോ, ഇവിടെ ഒക്കെ 0 എഴുതി ഉണ്ടോ. ഓക്കെ, സോ വി ഗെറ്റ് അവർ എ മെട്രിക്സ്. ഇനി ബി എങ്ങനെ എഴുതും? ബി എന്ന് പറഞ്ഞുണ്ടോ, സാധാരണ ഡയഗണൽ മെട്രിക്സിൽ ഫുൾ 1 ആയിരുന്നു. ബി ഡയഗണൽ ഫോമിൽ എല്ലാം 1 ആയിരുന്നു റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഡയഗണലിനെ അഡ്വാൻസ് വെർഷൻ ജോർദാൻ ഇവിടെ എന്ത് ചെയ്യുന്ന അറിയോ, ബി എന്ന് പറയുന്നത് എത്ര മൾട്ടിപ്പിൾ പോൾ ഉണ്ട്, ഇവിടെ 3 അല്ലേ. ഓക്കെ, സോ ഇതിന്റെ അകത്ത് 1 2 3 ഈ മൂന്നാമത്തെ എൻട്രി 1 ആക്കുക. അതിന് മേലോട്ടെല്ലാം 0, താഴോട്ടെല്ലാം 1. ഓക്കെ, സോ ഈ ജോർദാൻ ഡയഗണൽ ഫോമില്, ജോർദാൻ കനോണിക്കൽ ഫോമിൽ ബി മെട്രിക്സ് എങ്ങനെ എഴുതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ബി എത്ര മൾട്ടിപ്പിൾ പോൾ ഉണ്ട്, 3. സോ നമ്മുടെ തേർഡ് എൻട്രി ഇവിടെ ഒന്നും ഇല്ലാന്ന് കൺസിഡർ ചെയ്യുക. തേർഡ് എൻട്രി മാത്രം 1 ആക്കുക. ഓക്കെ, മേലോട്ടെല്ലാം 0, താഴോട്ടെല്ലാം 1. വീഡിയോ നമ്മളെ തൊട്ട് മുന്നേ പഠിച്ച ഡയഗണലാണെങ്കിൽ എല്ലാം 1 ആയിരുന്നു. ഓക്കെ, സോ സി മെട്രിക്സിന് വലിയ മാറ്റമൊന്നുമില്ല. ഈ C1 C2 C3 നമ്മുടെ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി എഴുതിയിട്ട് കോഎഫിഷ്യന്റ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സി മെട്രിക്സ് കിട്ടും. ഡി എന്ന് പറയുന്നത് ഈ ബി സർ വഴി ചെയ്യല്ലോ. ഓക്കെ, ക്ലിയർ ആയി. നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ ജി ഓഫ് എസ് ഈക്വൽ ടു s + 3/s + 2 the whole square into s + 1. ഓക്കെ ആണോ, ഇതിനെ സ്റ്റേറ്റ് സ്പേസിൽ റെപ്രസെന്റ് ചെയ്യുക ഇൻ ജോർദാൻ ഫോം. സോ ജോർദാൻ ഫോം റെപ്രസെന്റ് ചെയ്യാൻ എന്ത് ചെയ്തു? സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക അല്ലെ.
ഓക്കെ. സോ എസ് പ്ലസ് 3 ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 1 ഈ ഫോമിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിനെ സ്പ്ലിറ്റ് ചെയ്ത് എ ബൈ എസ് പ്ലസ് 1 എന്നും ബി ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്നും പ്ലസ് സി ബൈ എസ് പ്ലസ് 2 എന്നൊക്കെ നമ്മൾ എഴുതും അല്ലേ. സോ വിച്ച് മീൻസ് എന്താണ്, ഇവിടെ എസ് ഇസ് ഇക്വൽ ടു -2 അല്ലേ. -2 എന്ന് പറഞ്ഞപ്പോൾ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് അല്ലേ. സോ മൾട്ടിപ്പിൾ പോൾ ഉണ്ട്, മൾട്ടിപ്പിൾ പോളിനെ യൂഷ്വലി ജോർദാനിൽ റെപ്രസെന്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, ശരി, ഇങ്ങനെ വന്നു. ഇനി അടുത്ത ഗെയിം എന്താണ്, നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കാണുക, നിങ്ങൾക്ക് അറിയാം അല്ലേ. സോ വി ഗെറ്റ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു 1 ആൻഡ് സി ഈസ് ഈക്വൽ ടു -2. Clear? So substitute A, B and C in the above equation. So we get our s plus 3 by s plus 2 the whole square into s plus 1 in a 2 by s plus 1 എന്നും 1 by s plus 2 the whole square എന്നും minus 2 by s plus 2 the whole square എന്നും 2 എന്നും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ശരി. ഇനി നമ്മുടെ എ ബി സി മെട്രിക്സ് നമുക്ക് എഴുതുക. എ മെട്രിക്സ് എങ്ങനെയാണ്, ഇതിന്റെ ഓർഡർ എത്രയാണ്? ഓർഡർ 3 ആയിരിക്കും അല്ലെ. ഡിനോമിനേറ്റർ എസിന്റെ ഹൈയസ്റ്റ് പവർ, ഇവിടെ എസ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എസ് സ്ക്വയർ വിച്ച് മീൻസ് എസ് ക്യൂബ് അല്ലേ. സോ എസ് ക്യൂബ് ആകുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും നമുക്ക് ഇവിടെ വരിക. ഒരു 3/3 മെട്രിക്സ് ആണ് നമുക്ക് വരിക. എ എന്ന് പറഞ്ഞാൽ 3/3 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇതിന്റെ എത്ര പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ഈ 2 പോൾസ് റിപ്പീറ്റ് ചെയ്ത് അല്ലേ. സോ ഈ 3/3 മെട്രിക്സിന്റെ അകത്ത് എന്ത് ചെയ്യും, നമ്മൾ ഒരു 2/2 മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യും. ഉണ്ടോ, 2/2 മെട്രിക്സ് ഞാനിവിടെ കൺസിഡർ ചെയ്തു, കുഴപ്പമില്ലല്ലോ. ശരി, ഇനി എന്ത് ചെയ്യും, ഡയഗണലായിട്ട് ഉള്ള എലമെന്റ്സ് നമ്മളെ പോൾസ് എല്ലാം എടുത്ത് എഴുതുക അല്ലേ. ആദ്യം മൾട്ടിപ്പിൾ പോൾസ് എസ് പ്ലസ് 2 = 0, സോ എസ് ഇസ് ഈക്വൽ ടു -2. സോ -2 രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ -2 എഴുതി. അടുത്ത പോൾ ഏതാണ്, എസ് പ്ലസ് 1 = 0, സോ എസ് ഇസ് ഈക്വൽ ടു -1. സോ എസ് ഈക്വൽ ടു -1 ആണ്, എസ് ഇസ് ഈക്വൽ ടു -1. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യം ഡയഗണൽ എലമെന്റ്സ് മാത്രം ഞാൻ എഴുതി. ഇനി നമ്മൾ എത്ര മൾട്ടിപ്പിൾ പോൾസ് ആണ്? 2. സോ ഈ 2/2 മെട്രിക്സിന്റെ അകത്ത് മാത്രം മൾട്ടിപ്പിൾ പോൾസിന്റെ റൈറ്റ് സൈഡിൽ 1. ഓക്കെ, സോ ഇവിടെ നോക്കി, -2 ഇപ്പുറത്ത് 1 എഴുതി. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ 2/2 മെട്രിക്സിന്റെ അകത്താണ്. സോ ഇവിടെ ഞാൻ 1 എഴുതി. ഈ -2 അപ്പുറത്ത് തന്നെ ഇവിടെ 1 എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ, ഈ 2/2 മെട്രിക്സ് കഴിഞ്ഞു പോയി. ബാക്കിയുള്ള എല്ലായിടത്തും 0 അങ്ങ് എടുത്ത് എഴുതി. So we get my A matrix. Radio. So here the dimension of A is a n by n. Here n is equal to 3. So it is a 3/3 matrix. Within that 3/3 matrix, we just consider a 2/2 matrix. ഈ 2 അങ്ങനെ കിട്ടി, നമ്മുടെ മൾട്ടിപ്പിൾ പോൾസിന്റെ എണ്ണം. ഇവിടെ 2 മൾട്ടിപ്പിൾ പോൾസ് ഉള്ളതുകൊണ്ട് ഈ 3/3 മെട്രിക്സിന്റെ അകത്ത് 2/2 മെട്രിക്സ്. ഓക്കെ, ഈ 2/2 ആ കുഞ്ഞു മെട്രിക്സിന്റെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പോൾസിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ജസ്റ്റ് കീപ് ഇറ്റ് ആസ് 1. ഓക്കെ, 2/2 മെട്രിക്സ് കഴിയുക, അതിന്റെ അകത്ത് മാത്രം 1 ആക്കും, ബാക്കിയുള്ള എല്ലായിടത്തും 0 എന്ന് എഴുതുക. ഓക്കെ, ഇനി ബി എങ്ങനെ കിട്ടും? ഓക്കെ, ബി എന്ന് പറയുന്നത് n റോയും അതായത് 3 റോയും ഒരു കോളം ഉള്ള മെട്രിക്സ് ആണ് നമ്മുടെ ബി മെട്രിക്സ് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. 3 റോയും ഒരു കോളം ഉള്ള മെട്രിക്സ്. ഇനി എത്ര പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? സോ 2 അല്ലെ. സോ നമ്മുടെ സെക്കൻഡ് എലമെന്റ് 1 ആക്കുക. മേലോട്ടെല്ലാം 0, താഴോട്ടെല്ലാം 1. ഓക്കെ, ഇനി സി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മൾട്ടിപ്പിൾ പോൾസിന് പ്രയോറിറ്റി കൊടുക്കണേ അല്ലെ. റിപ്പീറ്റ് ചെയ്ത് വരുന്ന പോൾസ് ആദ്യം ഈ 1 എടുത്ത് എഴുതുക, ഈ -2 എഴുതുക, ഈ 2 എഴുതുക. 1 -2 2. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ ജോർദാൻ ഫോമിൽ സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി, എ മെട്രിക്സ് അതാണ് ഇച്ചിരി പ്രയാസം തോന്നുക. ബി എന്ന് പറയുന്നത് എത്ര പോൾസ് റിപ്പീറ്റ് ചെയ്യുന്നു അവിടെ 1 എഴുതുക, മേലോട്ടെല്ലാം 0, താഴോട്ടെല്ലാം 1. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ശരി.